ദേവന്റെ നിത്യപൂജ ക്ഷേത്രമാകുന്ന സാധകൻ ചെയ്യുന്ന നിത്യമന്ത്രസാധനയാണ്. സാധാരണ ശ്രീഭൂതബലിക്ക് പകരം ഉത്സവബലി നടക്കുന്നു. ക്ഷേത്രദേവന്റെ ഗുരുസ്ഥാനം വഹിക്കുന്ന തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ പൂജകൾ നടക്കുന്നത്. കൊടിയേറുന്നതിനു മുമ്പ് മുളയിടുക എന്ന കർമ്മം നടക്കും. ഈ ചടങ്ങ് കുണ്ഡലിനി ഉദ്ധാപനത്തിന്റെ പ്രതീകമാണ്. കുണ്ഡലിനി ശക്തിയെ സഹസ്രാര പത്മത്തിൽ കയറ്റി അവിടെ വെച്ചാണ് മന്ത്രസാധന നടക്കുന്നത്. അത് അതിശക്തമായ ചൈതന്യവർദ്ധനവിനും തന്മൂലമുള്ള അമൃതശ്രവണത്തിനും കാരണമാകും. അതുതന്നെയാണ് ഉത്സവത്തിൻ്റെ ഉള്ളടക്കവും. മുളയറയിലാണ് മുളയിടുക. 16 പാലികകളിലായി അതത് ദേവന് പറഞ്ഞ വിത്തുകൾ മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉത്സവമാകുന്ന തീവ്ര സാധനയുടെ അവസാനമാകുമ്പോഴേക്കും ക്ഷേത്രസ്ഥനായ ദേവൻ സമാധി അവസ്ഥയെ പ്രാപിച്ചിരിക്കും. അതിനായുള്ള സഹസ്രാര പത്മ പ്രതീകത്തെയാണ് മുളയിടുക എന്ന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടിയേറ്റും മുളപൂജയും കഴിഞ്ഞാൽ അന്നു രാത്രി തന്നെ ദേവന് വിസ്തരിച്ച് ഒരു പൂജ വേണം. അതിൽ നിവേദ്യസ്ഥാനത്ത് ശ്രീഭൂതബലി വേണമെന്നതും നിർബന്ധമാണ്.